മുൻപും തിരുക്കുടുംബ ദേവാലയത്തിലെ സിൽവർ ജൂബിലി സമാപനത്തോട് അനുബന്ധിച്ചുള്ള ശുശ്രൂഷകൾ ആരംഭിച്ചു കഴിഞ്ഞു. പള്ളിപ്പുറം മഞ്ഞമാത ബസിലിക്കയിൽ നിന്നും പ്രതിഷ്ഠാരൂപവും വഹിച്ചുകൊണ്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുകയാണ് ദേവാലയത്തിലേക്ക്. അഭിവൃദ്ധി പിതാവ് മലപ്പുറം തിരുക്കുടുംബ ദേവാലയത്തിലെ ഇടവജനങ്ങളുടെ സ്നേഹവും ആദരവും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇടവക ദേവാലയത്തിലേക്ക് അല്പനിമിഷങ്ങൾക്കുള്ളിൽ കടന്നു വരികയാണ്. നമുക്ക് ഏവർക്കും അഭിവൃദ്ധാവിനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കാം. തിരുക്കുടുംബ പ്രതിഷ്ഠാരൂപം പള്ളിപ്പുറം മഞ്ഞമാത ബസിലിക്കയിൽ നിന്നും ആശീർവദിച്ച് ഏറ്റുവാങ്ങിയ പ്രതിഷ്ഠാരൂപം പഴയ തലമുറയിലെ മാതാപിതാക്കളുടെ ആശീർവാദത്തോടുകൂടി ഇതാ മലപ്പുറം തിരുക്കുടുംബ ദേവാലയത്തിൽ പുതിയ തലമുറയിലെ ദമ്പതിമാർ ഏറ്റുവാങ്ങുന്നു. ഇത് തലമുറകൾ തമ്മിലുള്ള ഒരു സ്നേഹ സംഗമം. 25 വർഷങ്ങളിലെ ദൈവ സാന്നിധ്യത്തിന്റെ ദൈവാനുഗ്രഹത്തിൽ 25 വർഷങ്ങൾ കാത്തുപരിപാലിച്ച നല്ല തമ്പുരാന് നന്ദിയേകിക്കൊണ്ടുള്ള കൃതജ്ഞതാബലി അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുകയാണ്. 25 വർഷങ്ങൾ ഇടവകയ്ക്ക് നൽകിയ എല്ലാ നന്മകൾക്കും, എല്ലാ ഐശ്വര്യങ്ങൾക്കും, എല്ലാ ക്ഷേമങ്ങൾക്കും തിരുക്കുടുംബത്തിന്റെ മുൻപാകെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആവലാദികളും പങ്കുവെച്ചിരുന്നു തിരുസ്വരൂപം ഇതാ ദേവാലയത്തിനകത്തേക്ക് കടന്നു വരികയാണ്. പ്രാർത്ഥനാപൂർവം നമുക്കായിരിക്കും പുതിയ രൂപക്കൂട്ടിലേക്ക് പ്രതിഷ്ഠിക്കുവാനുള്ള രൂപം കടന്നു വരുന്നു. ഈ തലമുറയിലെ ദമ്പതിമാർ നമ്മുടെ ദേവാലയത്തിൽ നിന്നും അവസാനം കല്യാണം കഴിഞ്ഞ ദമ്പതിമാർ സ്നേഹാദരങ്ങളോടെ ഏറ്റുവാങ്ങിക്കൊണ്ട് ദേവാലയത്തിനകത്തേക്ക് തിരുക്കുടുംബത്തിന്റെ തിരുസ്വരൂപം കടന്നു വരുന്നു. നേരല്ലേ ഈ രൂപത്തിന് മുമ്പിൽ അടയുമ്പോൾ അങ്ങനെയുള്ള ഉണ്ടായിരിക്കുകയാണ്. ഈ കുടുംബത്തിൽ മാറുകയും സമ്മതിക്കുകയും എല്ലാ മക്കളും ജീവിക്കുവാനായിട്ട് പ്രേരണ ഞങ്ങൾക്ക് നൽകിയാൽ മതി. കുടുംബത്തിലെ പാവക്കാരനായ ശ്രീ ജോസഫ് പിതാവിനെ പോലെ ദൈവത്തിൻ്റെ നിർവേദത്തിൽ വന്ന പരിശുദ്ധ അമ്മയെ പോലെ ജ്ഞാനത്തിനും വായ്പയും പക്വതയും വളർന്ന ഈശോയെ പോലെ വായിത്തീരുവാൻ കുടുംബത്തിലെ എല്ലാ മക്കളും പിതാവിനെ അന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ക്രിസ്തുവഴി നമുക്ക് പ്രാർത്ഥിക്കുകയും